പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും EVSന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനമായിട്ട് പറഞ്ഞിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളെക്കുറിച്ചായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജി 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന സമയത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ ദുരിതപൂർണമായിരുന്നു. ദേശഭക്തിഗാനം ആലപിച്ചതിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾ ശിക്ഷിക്കപ്പെട്ട കാലം. കൃഷിക്കാരും കരകൗശല തൊഴിലാളികളുമൊക്കെ വളരെയധികം ദുരിതങ്ങൾ സഹിച്ചിരുന്ന കാലം. ഈ ഒരു സമയത്ത് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നത്. ഗാന്ധിജി എന്താ ചെയ്തത്? ജനങ്ങളെ മൊത്തം ഒരുമിച്ച് കൂട്ടി, കർഷകരെയും തൊഴിലാളികളെയും മൊത്തം ഒരുമിച്ച് കൂട്ടി സത്യാഗ്രഹ സമരം എന്ന പേരിൽ ഒരു പുതിയ സമര പദ്ധതി ഉണ്ടാക്കി സമരങ്ങൾ ആരംഭിച്ചു. ഗാന്ധിജിക്ക് നേരിടേണ്ടി വന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സമരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സമരം ചെയ്യേണ്ടി വന്നത് ഏത് സ്ഥലത്താണെന്നറിയോ? എല്ലാവരും ഇന്ത്യയുടെ ഭൂപടം കണ്ടിട്ടില്ലേ? മാപ്പ് കണ്ടിട്ടില്ലേ? എവിടെയാണ് നമ്മുടെ സംസ്ഥാനമായ കേരളം? ഈ ഗ്രീൻ പോർഷനാണ് നമ്മുടെ സംസ്ഥാനമായ കേരളം. ഗാന്ധിജി ജനിച്ചത് എവിടെയാ? ഗുജറാത്തിലെ പോർബന്ദർ. ഈ യെല്ലോ പോർഷനാണ് ഗാന്ധിജി ജനിച്ച സ്ഥലം. ഗാന്ധിജി ഗുജറാത്തിലാണ് ജനിച്ചതെങ്കിലും ആദ്യമായിട്ട് ഗാന്ധിജിക്ക് സമരം ചെയ്യേണ്ടി വന്നത് ബീഹാറിലാണ്. കിലോമീറ്ററുകൾക്കപ്പുറം ബീഹാർ എന്ന സംസ്ഥാനത്താണ് ആദ്യമായിട്ട് ഗാന്ധിജി സമരം ചെയ്യുന്നത്. ബീഹാറിലെ ഒരു സുന്ദരമായ ഗ്രാമമായിരുന്നു ചമ്പാരൻ ഗ്രാമം, അല്ലെങ്കിൽ ചമ്പാരൻ വില്ലേജ്. ചമ്പാരൻ വില്ലേജിലെ കൃഷിക്കാർ വളരെയധികം പ്രയാസത്തിലായിരുന്നു. പെസൻസ് വർ ഇൻ ഗ്രേറ്റ് മിസറി ഇൻ ചമ്പാരൻ വില്ലേജ്. എന്തുകൊണ്ടായിരുന്നു പ്രയാസമെന്ന് നമുക്ക് പിന്നീട് കാണാം. എന്തായാലും വളരെയധികം ദുഃഖപൂർണമായ, പ്രയാസപൂർണമായ, ക്ലേശകരമായ ഒരു ജീവിതമായിരുന്നു ചമ്പാരൻ ഗ്രാമത്തിലെ കൃഷിക്കാർ നയിച്ചിരുന്നത്. അങ്ങനെ 1917 ഏപ്രിൽ 11 ഗാന്ധിജിയും അനുയായികളും കൂടെ ഗുജറാത്തിൽ നിന്നും ചമ്പാരൻ വില്ലേജിലേക്ക് യാത്രയായി. ചമ്പാരൻ വില്ലേജിലെ കൃഷിക്കാരെ ഗാന്ധിജി കാണുകയാണ്. എന്നിട്ട് ഗാന്ധിജി അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയാണ്. എന്തായിരുന്നു അവരുടെ ബുദ്ധിമുട്ടെന്നറിയോ? എന്തായിരുന്നു പ്രയാസം എന്നറിയോ? സാധാരണ നമ്മളൊക്കെ എന്താ കൃഷി ചെയ്യുക? നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലേ? പക്ഷേ ചമ്പാരൻ ഗ്രാമത്തിലെ കൃഷിക്കാരോട് അന്നത്തെ ബ്രിട്ടീഷ് ഉടമകൾ നിർബന്ധിച്ചിരുന്നത് നീലം കൃഷി ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ഫാമേഴ്സ് വർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം ഇൻ മോസ്റ്റ് ഓഫ് ദെയർ ഫീൽഡ്. നീലം കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൃഷിയിടത്തിൻ്റെ ഫീൽഡിൻ്റെ ഭൂരിഭാഗം സ്ഥലത്തും ഇൻഡിഗോ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. ഇൻഡിഗോ എന്ന് പറയുന്നത് വസ്ത്രത്തിന് ചായം കൊടുക്കുന്ന, വസ്ത്രത്തിന് നിറം കൊടുക്കുന്നതിന് വേണ്ടി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ്. നീല അമര എന്നാണ് ആ ചെടിയുടെ പേര്. പഴയ കാലത്തൊക്കെ നീലം മുഖിയായിരുന്നു വസ്ത്രങ്ങളൊക്കെ നിറം കൊടുത്തിരുന്നത്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ആർട്ടിഫിഷ്യലായിട്ട്, കൃത്രിമമായിട്ട് ഇൻഡിഗോ നിർമ്മാണത്തിന് വളരെ തുച്ഛമായ ചെലവിൽ ഇന്ന് സാധ്യമായത് കൊണ്ടാണ് പൊതുവെ നീലം കൃഷികൾ നമ്മൾ കാണാത്തത്. അപ്പോൾ എന്തായിരുന്നു തോട്ടമുടമ പറഞ്ഞത്? ബ്രിട്ടീഷുകാരെന്താ അവരോട് പറഞ്ഞത്? കൃഷിക്കാരോട് ഇൻഡിഗോ കൃഷി ചെയ്യാൻ, നീലം കൃഷി ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമല്ല, അവർ ഉണ്ടാക്കുന്ന, കൾട്ടിവേറ്റ് ചെയ്യുന്ന നീലം ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന തുച്ഛമായ വിലക്ക് നൽകണമെന്ന് പറഞ്ഞു. ഫാമേഴ്സ് വർ ഫോഴ്സ്ഡ് ടു സെൽ ഇറ്റ് അറ്റ് എ റൈറ്റ് ഫിക്സ്ഡ് ബൈ ബ്രിട്ടീഷ് ലാൻഡ് ഓണേഴ്സ്. ബ്രിട്ടീഷുകാരായ തോട്ടം ഉടമകൾ നിശ്ചയിക്കുന്ന തുച്ഛമായ വിലക്ക് കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നീലം വിൽക്കണമെന്ന് നിർബന്ധിച്ചു. അതിൻ്റെ കൂടെ ബ്രിട്ടീഷ് ലാൻഡ് ഓണേഴ്സ് ലെവീഡ് എക്സസ് ടാക്സ്, നികുതി വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷ് ലാൻഡ് ഓണേഴ്സ് ലെവീഡ് എക്സസ് ടാക്സ്, നികുതി വർദ്ധിപ്പിച്ചു തോട്ടം ഉടമകൾ. ഇങ്ങനെയൊക്കെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയത്താണ് ഗാന്ധിജി ചമ്പാരൻ ഗ്രാമത്തിൽ എത്തുന്നത്. ഗാന്ധിജി സമരം ആരംഭിച്ചു. ആസ് എ റിസൾട്ട് എന്താ ഇതിൻ്റെയൊക്കെ പരിണതഫലമായിട്ട് സംഭവിച്ചത്? അതെ, കൃഷിക്കാർ ഓരോ സമയം വിളവെടുക്കുന്ന സമയത്തും കടത്തിൽ ആണ്ടുപോയി. ആസ് എ റിസൾട്ട് ദി ഫാമേഴ്സ് വർ കോട്ട് ഇൻ ദി ഡെപ്റ്റ് ട്രാപ്പ്. ആസ് എ റിസൾട്ട് ദി ഫാമേഴ്സ് വർ കോട്ട് ഇൻ ദി ഡെപ്റ്റ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ട് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിക്കുന്നു.
നീലം കൃഷി ചെയ്യപ്പെടുന്ന നീലം ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന വിലക്ക് വിൽക്കേണ്ടി വരുന്നു, നികുതി വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ട് കൃഷിക്കാർ കടക്കണിയിലാകുന്നു. ഈ ഒരു അവസരത്തിലാണ് ഗാന്ധിജി ചമ്പാരൻ ഗ്രാമത്തിലെത്തുന്നത്. ഗാന്ധിജി സത്യാഗ്രഹ സമരം തുടങ്ങി. ബ്രിട്ടീഷുകാർക്കെതിരെ ആളുകളെ ഒരുമിച്ച് കൂട്ടി ദിവസങ്ങളോളം ഗാന്ധിജി സമരം ചെയ്തു. അതിൻ്റെ പരിണത ഫലമായിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നറിയോ നിങ്ങൾ? റെഡ്യൂസ്ഡ് ടാക്സ്, നികുതി കുറച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ് നികുതി കുറക്കാൻ നിർബന്ധിതരായി. അതുകൊണ്ട് തന്നെ സെറ്റ് ദി ഫാമേഴ്സ് ഫ്രീ ഫ്രം മിസറി, ഫാമേഴ്സിനെ, കൃഷിക്കാരെ ദുരിതത്തിൽ നിന്ന് ഒരു ചെറിയ തോതിലെങ്കിലും മോചിപ്പിക്കാൻ ഗാന്ധിജി കഴിഞ്ഞു. ഗാന്ധിജിയുടെ ഒന്നാമത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. വളരെ പ്രധാനപ്പെട്ട, ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. വളരെ വിജയകരമായിരുന്നു ആ സത്യാഗ്രഹം എന്നതുകൊണ്ട് തന്നെ അത് ഗാന്ധിജിക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നൽകി. ഇതുപോലെ ഒത്തിരി സമരങ്ങൾ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എനർജി ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ വിജയത്തോടുകൂടി ഗാന്ധിജിക്കും അനുയായികൾക്കും ലഭിച്ചു എന്നതാണ് ഈ സത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. നമുക്ക് ഈ ഒരു കാര്യം നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6, 5 ചോദ്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. 6ാമത്തെ ചോദ്യമായിട്ട് എഴുതുക, റൈറ്റ് എ നോട്ട് ഓൺ ചമ്പാരൻ സത്യാഗ്രഹ. ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻസറായിട്ട് ഇങ്ങനെ എഴുതിക്കോളൂ. ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ ചമ്പാരൻ വില്ലേജ് ഇൻ ബീഹാർ അറ്റ് 1917 അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1917 ബീഹാറിലെ ചമ്പാരൻ വില്ലേജിലാണ് അത് സംഭവിക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹ സംഭവിക്കുന്നത്. എന്തായിരുന്നു കാരണം? ഫാമേഴ്സ് ഇൻ ദി ചമ്പാരൻ വർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ചമ്പാരൻ ഗ്രാമത്തിലെ കർഷകർ നിർബന്ധിക്കപ്പെട്ടു. എന്താ ഇൻഡിഗോ എന്ന് പറയുന്നത്? നീലം. ഇൻ മോസ്റ്റ് ഓഫ് ദെയർ ഫീൽഡ്, അവരുടെ കൃഷിയിടത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശത്തും. എന്നിട്ടോ ആൻഡ് സെൽ ഇറ്റ് അറ്റ് എ റേറ്റ് ഫിക്സ്ഡ് ബൈ ബ്രിട്ടീഷ് ലാൻഡ് ഓണേഴ്സ്. ബ്രിട്ടീഷ് തോട്ടം ഉടമകൾ നിശ്ചയിക്കുന്ന തുച്ഛമായ വിലക്ക് അത് വിൽക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടു. ഇതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയും അനുയായികളെയും നയിച്ചത്, അല്ലേ? അതിൻ്റെ കൂടെ ബ്രിട്ടീഷ് ലാൻഡ് ഓണേഴ്സ് ലെവീഡ് എക്സസ് ടാക്സ് ടു, വളരെ കൂടുതൽ നികുതി കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കുക കൂടി ചെയ്തു. അപ്പോൾ എന്താ ചെയ്തത്? ആസ് എ റിസൾട്ട് ഫാമേഴ്സ് വർ കോട്ട് ഇൻ ദി ഡെപ്റ്റ് ട്രാപ്പ്. അതിൻ്റെ ഫലമായിട്ട് കൃഷിക്കാരൊക്കെ കടക്കണിയിലായി. അപ്പോൾ ഗാന്ധിജി ലെഡ് സത്യാഗ്രഹ സ്ട്രഗിൾ എഗൻസ്റ്റ് ദി ബ്രിട്ടീഷ് ആൻഡ് സെറ്റ് ഫാമേഴ്സ് ഫ്രീ ഫ്രം മിസറി. ഗാന്ധിജി സത്യാഗ്രഹ സമരം നടത്തി, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി, കർഷകരെ ദുരിതത്തിൽ നിന്നും കരകയറ്റി. ഈ ഒരു സമരത്തിൻ്റെ പേര്, ദി സ്ട്രഗിൾ ഈസ് നോൺ ആസ് ചമ്പാരൻ സത്യാഗ്രഹ. വളരെ പ്രധാനപ്പെട്ട സമരമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു കാലത്തും നിങ്ങൾ വലിയ കുട്ടികളാകുമ്പോൾ ഒരുപക്ഷെ ഹിസ്റ്ററി ഒന്നും കൂടുതൽ പഠിക്കണമെന്നില്ല, എങ്കിലും ഇത്തരം ബേസിക് ആയിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ സമരങ്ങളെയൊക്കെ നമ്മളെ മനസ്സിൽ എന്നും കുറിച്ചു വെക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 1ാമത്തെ സമരത്തിൻ്റെ പേരെന്താണ്? ചമ്പാരൻ സത്യാഗ്രഹ. ഓക്കെ, എവിടെയാണ് നടക്കുന്നത്? ബീഹാറിലെ ചമ്പാരൻ വില്ലേജിൽ. എന്തിനു വേണ്ടിയായിരുന്നു? ബ്രിട്ടീഷ് തോട്ടമുടമകൾ കർഷകരെ നീലം കൃഷി ചെയ്യാൻ നിർബന്ധിക്കുകയും അതിന് തുച്ഛമായ വില നൽകുകയും അതുപോലെ തന്നെ നികുതി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് കർഷകർ കടക്കണിയിലായി. ഇതിൽ നിന്ന് കരകയറ്റുന്നതിന് വേണ്ടിയാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിയുടെ നേതൃത്വത്തിൽ 1917 ഉണ്ടായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സമരം നടക്കുന്നത് ഗാന്ധിജിയുടെ ജന്മദേശമായ ഗുജറാത്തിൽ തന്നെയാണ്. ഗുജറാത്തിലെ വളരെ മനോഹരമായ ഒരു നഗരമാണ് അഹമ്മദാബാദ്. സബർമതി നദീ തീരത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു നഗരമാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽസ്, തുണിമിൽ ഉടമകൾ അവരുടെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഈ സമരം. ഇത് നടക്കുന്നത് 1918 ഒരു വർഷത്തിന് ശേഷം, 1918 മാർച്ച് 15. ഓക്കെ, 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. 1918 അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് എന്നാണ് പറയുക. അഹമ്മദാബാദ്
തുണിമിൽ സമരം. ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തുണി, മിൽ സ്ട്രൈക്ക്, തുണിമിൽ സമരം എന്നാണ് ഇതിൻ്റെ മലയാളം. ഓക്കെ, എന്തിനായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക്? മില്ലുടമകൾ, ടെക്സ്റ്റൈൽസിൻ്റെ ഉടമകൾ, അതേപോലെ തന്നെ അവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ, ഇവർ തമ്മിലായിരുന്നു സമരം. തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് സമരം നടത്തിയത്. പ്ലേഗ് എന്ന മാരകമായ രോഗം പടർന്ന് പന്തലിച്ചു വരുന്ന ഒരു സമയമായിരുന്നു ആ സമയം. ഇപ്പോൾ കണ്ടോ നിങ്ങൾ ചിത്രത്തിൽ നെയ്ത്തുകാരായിട്ടുള്ള ആളുകളും അതുപോലെ ലാൻഡ് ഓണേഴ്സും ഒക്കെ, ടെക്സ്റ്റൈൽസ് ഓണേഴ്സും ഒക്കെ ഗാന്ധിജിയുമായിട്ട് പരാതി പറയുന്ന ഒരു ചിത്രം, പഴയകാല ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് വാസ് ഫോർ റൈസിംഗ് വേജസ്, കൂലി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് വാസ് ഫോർ റൈസിംഗ് വേജസ്, കൂലി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം നടത്തിയത്. ടെക്സ്റ്റൈൽ മില്ല് ഉടമകൾ ബോണസ് നൽകിയിരുന്നു, പ്ലേഗ് ബോണസ് നൽകിയിരുന്നു. ആ ബോണസ് നിർത്തലാക്കി. ദി മിൽ ഓണേഴ്സ് വിഡ്രോ ദി പ്ലേഗ് ബോണസ് ടു ദി വർക്കേഴ്സ്, തൊഴിലാളികൾക്ക് കൊടുത്തിരുന്ന പ്ലേഗ് ബോണസ് പെട്ടെന്ന് നിർത്തലാക്കി. മാത്രമല്ല കൂലി കുറക്കുകയും ചെയ്തു. അപ്പോൾ കൂലി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഈ സമരം. അപ്പോഴാണ് ഗാന്ധിജി യൂസ് സത്യാഗ്രഹ. ഇവിടെ ഗാന്ധിയുടെ സമരങ്ങളിൽ ആദ്യമായിട്ട് ഹങ്കർ സ്ട്രൈക്ക്, അതായത് നിരാഹാര സമരം തുടങ്ങുന്നത് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്കിലാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലാണ് ആദ്യമായിട്ട് മരണം വരെ നിരാഹാരം കിടക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞത്. എന്നാ തുടങ്ങിയത്? 1918. വളരെ തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട്, 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ സമരം അവസാനിക്കുകയും എന്തിനു വേണ്ടിയാണോ തൊഴിലാളികൾ സമരം ചെയ്തത് അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു. ദി വർക്കേഴ്സ് വർ ഗ്രാൻഡഡ് ദി വേജ് ഹൈക്ക്. വർക്കേഴ്സിന് വേജ് ഹൈക്ക് ഉണ്ടായി, അല്ലെങ്കിൽ അവരെ കൂലി വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നതാണ് ഈ ഒരു സമരത്തിൻ്റെ പരിണതഫലം. അപ്പം ഗാന്ധിജി നടത്തിയ 2 സമരങ്ങളും ഏതൊക്കെയായിരുന്നു? 2 സമരം, ഒന്ന് ചമ്പാരൻ സമരം, രണ്ടാമത്തത് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക്. രണ്ടും വളരെ വിജയകരമായിരുന്നു. ഇത് തീർച്ചയായിട്ടും ഗാന്ധിക്കും അനുയായികൾക്കും ഒത്തിരി ഊർജ്ജമാണ് പകർന്നത്. അപ്പോൾ രണ്ടാമത്തെ സമരത്തിൻ്റെ പേരെന്താ? അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക്. ഇത് നമുക്ക് നോട്ട്ബുക്കിലേക്കൊന്ന് എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7 ആയിട്ട് write a note on Ahmedabad textile mill strike. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്കിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നാണ് ചോദ്യം. എന്താ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്കിന്റെ മലയാളം? അഹമ്മദാബാദ് തുണിമിൽ സമരം. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ സമരം, ടെക്സ്റ്റൈൽ മിൽ എന്ന് പറഞ്ഞാൽ തുണിമിൽ, ബാക്കി അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് എവിടെയാണ് സംഭവിച്ചത്, എന്നാണ് സംഭവിച്ചത് എന്ന. ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ അഹമ്മദാബാദ്. എവിടെ? അഹമ്മദാബാദ് ഇൻ ഗുജറാത്ത് അറ്റ് 1918 എന്ന 1918 അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. എന്തിനു വേണ്ടിയായിരുന്നു സമരം? ദി വർക്കേഴ്സ് ഇൻ ടെക്സ്റ്റൈൽസ് മിൽ ഡിമാൻഡഡ് ഹൈക്ക് ഇൻ വേജസ്. കൂലി വർദ്ധിപ്പിക്കണമെന്ന് ആര് ഡിമാൻഡ് ചെയ്തു? വർക്കേഴ്സ് ഇൻ ടെക്സ്റ്റൈൽ മിൽ, തുണിമില്ലിലെ തൊഴിലാളികൾ ഡിമാൻഡ് ചെയ്തു. ഗാന്ധിജി ലെഡ് സത്യാഗ്രഹ സ്ട്രഗിൾ ആൻഡ് ഹങ്കർ സ്ട്രൈക്ക്. വേണമെങ്കിൽ അതും കൂടെ എഴുതാം. സത്യാഗ്രഹ സമരം, നിരാഹാര സമരമൊക്കെ ഗാന്ധിജി തുടങ്ങി. ആൻഡ് ഹെൻസ്, അതിൻ്റെ ഫലമായിട്ട് ദി മിൽ ഓണേഴ്സ് ഗ്രാൻഡഡ് ദി വേജ് ഹൈക്ക് ആസ് വർക്കേഴ്സ് ഡിമാൻഡഡ്. വർക്കേഴ്സ് ആവശ്യപ്പെട്ട പോലെ, തൊഴിലാളികൾ ആവശ്യപ്പെട്ട പോലെയുള്ള ഒരു കൂലി വർധനവ് ടെക്സ്റ്റൈൽസ് മിൽ ഉടമകൾ, ബ്രിട്ടീഷുകാരായിട്ടുള്ള ടെക്സ്റ്റൈൽസ് മിൽ ഉടമകൾ നൽകി. ചുരുക്കത്തിൽ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് വൻ വിജയമായിരുന്നു എന്ന് പറയാം. ഇതിനെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നടന്ന അടുത്ത സമരം, അതും ഗുജറാത്തിൽ തന്നെയാണ്. ഗുജറാത്തിലെ ഒരു ജില്ലയാണ് ഖേഡ ഡിസ്ട്രിക്ട്. ഓക്കെ, ഈ ജില്ലയിലാണ് ആ സമരം നടക്കുന്നത്. 1918 മാർച്ച് 22. 1918 മാർച്ചിൽ തന്നെയാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് നടക്കുന്നത്. അതിനോട് തുടർന്ന് വളരെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഒരു സമരമാണ്. സമരത്തിന്റെ പേര് ഖേഡ സത്യാഗ്രഹ ഓഫ് 1918 എന്നാണ്. ഖേഡ സത്യാഗ്രഹം 1918, ഖേഡ സത്യാഗ്രഹ ഓഫ് 1918. അപ്പോൾ എന്തിനായിരിക്കും ഈ സമരം? നമുക്ക് കാണാം. ഓക്കെ, ഈ സമരത്തിന്, ഇത്തരം സമരങ്ങളൊക്കെ നടത്തുമ്പോൾ ഗാന്ധിജിയുടെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഒന്നാമത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം. അന്ന് ഗാന്ധിയുടെ കൂടെയുള്ള ആളായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, എല്ലാവർക്കും അറിയുന്ന ആളാ അല്ലേ. ഖേഡ സമരത്തിൽ ഗാന്ധിജിയുടെ കൂടെ ഉള്ള ആളുകളാ ഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെയൊക്കെ അറിയപ്പെടുന്നത്. അപ്പം ഇത്തരം ഒരുപാട് മഹാരഥന്മാർ ഗാന്ധിജിക്ക് പിൻബലമായിട്ട്
കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം സമരങ്ങളൊക്കെ വളരെ നന്നായിട്ട് വിജയിച്ചത്. എന്തിനായിരുന്നു ഖേഡ സത്യാഗ്രഹം നമുക്ക് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, the taxes imposed on peasants should be reduced when the yields are low. പ്ലേഗ് പിടിപെട്ട കാലം ഞാൻ നേരത്തെ പറഞ്ഞു. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സമരം നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പ്ലേഗ് ബോണസ് പിൻവലിച്ചതാണ്. അതേപോലെ ആ പ്ലേഗ് പിടിപെട്ട ഒരു കാലമായിരുന്നു ഖേഡ സമരം നടക്കുന്ന കാലം. വളരെ വിളകളൊക്കെ കൃഷികളൊക്കെ വളരെ നഷ്ടത്തിലായ സമയം. അതിൻ്റെ കൂടെ പ്ലേഗ് രോഗവും കൂടെ പിടിപെട്ടു. പക്ഷേ ടാക്സ് കുറച്ചില്ല ഗവൺമെൻറ്, ബ്രിട്ടീഷ് മുതലാളിമാർ ടാക്സ് കുറച്ചില്ല. അപ്പോൾ എന്താ കൃഷിക്കാർ പറഞ്ഞത്? ദി ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ പെസൻസ് ഷുഡ് ബി റെഡ്യൂസ്ഡ് വെൻ ദി ഈൽഡ്സ് ആർ ലോ. ലാഭം കുറയുന്ന സമയത്ത് ടാക്സ് കുറക്കണമെന്ന് പറഞ്ഞായിരുന്നു സമരം. ലാഭം കുറയുന്ന സമയത്ത് ടാക്സ് കുറക്കണം. ഗാന്ധിജി കൃഷിക്കാരോട് എന്ത് പറഞ്ഞു? നിങ്ങൾ ടാക്സ് കൊടുക്കരുത്, അവർ ടാക്സ് കുറക്കുന്നത് വരെ. ഗാന്ധി ടോൾഡ് ദി ഫാമേഴ്സ് ദാറ്റ് സ്റ്റോപ്പ് ടു ഗിവ് ടാക്സ് ടിൽ ദേ ഗെറ്റ് ടാക്സ് റിഡക്ഷൻ. ടാക്സ് കുറക്കുന്നത് വരെ ടാക്സ് കൊടുക്കരുത് എന്ന് ഗാന്ധിജി തൊഴിലാളികളോട് പറയുകയാണ്. 1-2 മാസം ഈ സമരം നീണ്ടുനിന്നും സമരത്തിൻ്റെ ഫലമായിട്ട് ദി ടാക്സ് ഫോർ 2 years സസ്പെൻഡഡ്. 2 വർഷത്തെ ടാക്സ് ഇല്ലാതെയാക്കി. ടാക്സ് കൊടുക്കാൻ കഴിയുന്നവർ, നികുതി കൊടുക്കാൻ കഴിയുന്നവർ മാത്രം കൊടുത്താൽ മതിയെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. ഖേഡ സമരവും ഇതേപോലെ വൻ വിജയമായിട്ടുള്ള ഒരു സമരമായിരുന്നു. നമുക്ക് നോട്ട്ബുക്കിലേക്ക് ഖേഡ സമരത്തെക്കുറിച്ച് എഴുതിക്കോളൂ. റൈറ്റ് എ നോട്ട് ഓൺ ഖേഡ സത്യാഗ്രഹ. ആൻസർ എഴുതാം. ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഖേഡ ഡിസ്ട്രിക്ട് ഇൻ ഗുജറാത്ത് അറ്റ് 1918 അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖേഡ ഡിസ്ട്രിക്ട്, ഗുജറാത്തിലെ ഖേഡ ഡിസ്ട്രിക്റ്റിലാണ് അത് സംഭവിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ദി ഖേഡ സത്യാഗ്രഹ ഡിമാൻഡഡ് ദാറ്റ് ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ പെസൻസ് ഷുഡ് ബി റെഡ്യൂസ്ഡ് വെൻ ദി ഈൽഡ്സ് ആർ ലോ. വരുമാനം കുറയുന്ന സമയത്ത് നികുതിയും കുറക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 സമരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സമരത്തിൻ്റെ പേരിൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പറയും. എന്തായിരുന്നു ഒന്നാമത്തത്? ചമ്പാരൻ സത്യാഗ്രഹ. ഏത് വർഷമാണ് നടക്കുന്നത്? 1917. എവിടെയാ? ബീഹാറിൽ. രണ്ടാമത്തെ സത്യാഗ്രഹത്തിൻ്റെ പേര് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഏത് വർഷമാണ് നടക്കുന്നത്? 1918 അഹമ്മദാബാദ് നഗരത്തിൽ, ഗുജറാത്തിൽ, അല്ലേ? അതേ വർഷത്തിൽ തന്നെ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കുന്ന സമരമാണ് ഖേഡ സത്യാഗ്രഹ. അതും ഗുജറാത്തിലെ ഖേഡ ഡിസ്ട്രിക്റ്റിലാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ടേബിളിൽ എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കിതൊക്കെ പഠിച്ചോർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ മക്കൾ ഇതേപോലെ ഒരു ടേബിൾ വരയ്ക്കുക. ടേബിളിൻ്റെ ഒന്നാമത്തെ കോളത്തിൽ സ്ട്രഗിൾസ്, സമരങ്ങളെന്ന് എഴുതുന്നു. രണ്ടാമത്തെ കോളത്തിൽ ഇയർ, ഏത് വർഷമാണ് സംഭവിച്ചത് എന്ന് എഴുതുന്നു. മൂന്നാമത്തെ കോളത്തിൽ സ്റ്റേറ്റ്, ഏത് സംസ്ഥാനത്താണ് സംഭവിച്ചത്. നാലാമത്തെ കോളത്തിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രത്യേകതകളാണ് എഴുതേണ്ടത്. ഏതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ച സ്ട്രഗിൾസ്? ചമ്പാരൻ സത്യാഗ്രഹ 1, 2 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, 3 ഖേഡ സത്യാഗ്രഹ. മറക്കരുത്, ആദ്യത്തെ 3 സ്വാതന്ത്ര്യ സമരങ്ങളായതൊക്കെ ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും ഖേഡ സത്യാഗ്രഹവും ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് എന്നുള്ളത് പ്രധാനമാണ്. അത് പ്രത്യേകം നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ഏത് വർഷത്തിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്? 1917. ഏത് സ്റ്റേറ്റിലാണ്? ബീഹാർ. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? ഒന്നാമത്തെ ഫീച്ചർ മിസറി ഓഫ് പെസൻസ്. കൃഷിക്കാർക്ക് വളരെയധികം ദുരിതത്തിലായിരുന്നു. എന്താ ദുരിതത്തിലാവാൻ കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻഡിഗോ കൃഷി ചെയ്യാൻ പറഞ്ഞു. ഇൻഡിഗോക്ക് ആരാ വിലയിടുന്നത്? ബ്രിട്ടീഷുകാർ, അല്ലേ? ആ തുച്ഛമായ വിലക്ക് കൊടുക്കണം, ടാക്സ് വർദ്ധിപ്പിച്ചു. ഇതൊക്കെയാണ് ദുരിതത്തിന് കാരണം. എന്തായിരുന്നു അതിനുവേണ്ടി ഗാന്ധിജി എന്താ ചെയ്തത്? ഗാന്ധിജി ഫസ്റ്റ് സത്യാഗ്രഹ എക്സ്പെരിമെന്റ്, ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. എന്തായിരുന്നു അതിന്റെ ഫലം? ഹാർഡ്ഷിപ്പ് ഓഫ് ഇൻഡിഗോ പെസൻസ് റെഡ്യൂസ്ഡ്. ഹാർഡ്ഷിപ്പ് പറഞ്ഞ പ്രയാസം, ബുദ്ധിമുട്ട്, നീലകൃഷിക്കാരുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു എന്നുള്ളതാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ഫലം. 3 പോയിന്റ്സ് നമ്മൾ എഴുതുന്നുണ്ട്. 1, മിസറി ഓഫ് പെസൻസ്, കൃഷിക്കാർ ദുരിതത്തിലായിരുന്നു, അതാണ് സത്യാഗ്രഹത്തിന്റെ കാരണം. ആ സമരത്തിന്റെ കാരണം ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു. മൂന്നാമത്തത് കൃഷിക്കാരുടെ പ്രയാസങ്ങൾ, ഇൻഡിഗോ കൃഷിക്കാരുടെ പ്രയാസങ്ങൾ ഒരു പരിധിവരെ കുറക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഫലം. ഓക്കെ, അടുത്തത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആണ്, അല്ലേ? അത് 1918 സംഭവിക്കുന്നത്. എവിടെയാ?
ഗുജറാത്തിലാണ് സംഭവിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പോയിന്റായിട്ട് നമുക്കിത് എഴുതാം. എന്താ എഴുതേണ്ടത്? ഡിമാൻഡ് ഫോർ ഇൻക്രീസ് ഇൻ വേജസ്, കൂലി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ സമരം നടന്നിരുന്നത്. അത് ലീഡ് ചെയ്തിരുന്നത് ഗാന്ധിജിയായിരുന്നു അല്ലെ. സ്ട്രൈക്ക് ലെഡ് ബൈ ഗാന്ധിജി. എന്താ അതിന്റെ ഫലം? വേജസ് ഇൻക്രീസ്ഡ്, കൂലി വർദ്ധിപ്പിച്ചു. വേജസ് ഇൻക്രീസ്ഡ്, കൂലി വർദ്ധിപ്പിച്ചു. ഈ പോയിന്റ്സ് കൃത്യമായിട്ട് നമ്മൾ ഓർത്തു വെക്കണം. മൂന്നാമത്തെ ഖേഡ സത്യാഗ്രഹമാണ്. 1980 തന്നെയാണ് നടക്കുന്നത്. 2 മാർച്ച് മാസത്തിലെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലെ. ഗുജറാത്തിലെ ഖേഡ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സമരം നടക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? ഡിമാൻഡ് ടാക്സ് റിഡക്ഷൻ വെൻ ഈൽസ് ആർ ലോ, വരുമാനം കുറയുകയാണെങ്കിൽ ടാക്സും കുറയണം. ഇതായിരുന്നു അതിൻ്റെ ആവശ്യം. ഡിമാൻഡഡ് ടാക്സ് റിഡക്ഷൻ, നികുതി കുറക്കണമെന്നാവശ്യപ്പെട്ടു. വെൻ ഈൽസ് ആർ ലോ, വരുമാനം കുറയുന്ന സമയത്ത്. ആരായിരുന്നു നയിച്ചത്? സത്യാഗ്രഹ ലെഡ് ബൈ ഗാന്ധിജി. എന്തായിരുന്നു ഫലം? ടാക്സ് റേറ്റ് വാസ് റിഡ്യൂസ്ഡ്, നികുതി കുറച്ചു. നികുതി കഴിയുന്നവർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. 2 വർഷത്തേക്ക് കഴിയാത്തവരുടെ നികുതി സസ്പെൻഡ് ചെയ്തു. ഇതൊക്കെയാണ് അതിൻ്റെ ഫലം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 സമരങ്ങളാണ്. ഈ 3 സമരങ്ങളാണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിലേക്കൊക്കെ എത്തിക്കുന്നതിന് പ്രധാന കാരണമായത്. ചരിത്രം അത് വളരെ രസകരമാണ്. ആസ്വദിച്ച് പഠിക്കണം. എന്താണ് സംഭവിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഹയർ ക്ലാസ്സുകളിലും പഠിക്കാനുള്ളത്, കുറച്ചുകൂടെ വിശദമായി, കുറച്ചുകൂടെ രസകരമായി. അപ്പോൾ ഞാൻ ഈ പറയുന്ന ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾ സ്വന്തമായിട്ട്, ഇപ്പോഴൊക്കെ നല്ല സൗകര്യങ്ങളുള്ള കാലഘട്ടത്തിലല്ലേ നിങ്ങൾ ജീവിക്കുന്നത്, ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ഈ സത്യാഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ചരിത്രം മനസ്സിലാക്കുന്ന നല്ല കുട്ടികളായിട്ട് നിങ്ങൾ വളരണം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.